ഹായ് ഫ്രണ്ട്സ്, സായി നമ്മളിന്ന് എവിടെ പോണ്ടാ? സായി മണ്ടൂലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന എവിടെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവിടെ എല്ലാ വിഘ്നങ്ങളെല്ലാം തീർത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കാഴ്ചകളിലേക്ക്. ഫ്രണ്ട്സ്, നമ്മൾ എത്താറായിരിക്കുകയാണ്. സായി, ഇനി 5 കിലോമീറ്റർ, ഇനി ഒരു എസ്റ്റേറ്റിനകത്തൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ കാഴ്ചകളും കണ്ടുവരാം. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ എരുമേലിക്കടുത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലൂടെയാണ്. ഏകദേശം 2263 ഏക്കറോളം വരുന്ന ഒരു എസ്റ്റേറ്റാണിത്. നമ്മളീ പോകുന്ന വഴിയിലെല്ലാം റബ്ബർ തോട്ടങ്ങളും കൈതത്തോട്ടങ്ങളും ഒക്കെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമല വിമാനത്താവളത്തിനായിട്ടുള്ള സ്ഥലം നിശ്ചയിച്ചിരിക്കുന്നത് ഈ ചെറുവള്ളി എസ്റ്റേറ്റിലാണ്. നമ്മൾ ക്ഷേത്രത്തിന്റെ മുൻവശത്തെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അരുവി പാറ എല്ലാം ഉണ്ട്. അപ്പോൾ കാഴ്ചകളും കണ്ടുവരാം. ഇപ്പം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ സ്ഥലം മനസ്സിലായി കാണും. ഇത് ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലായി തന്നെയുള്ള ഒരു ക്ഷേത്രമാണ്. അതിമനോഹരമായ ശാന്തമായ ഒരു ക്ഷേത്രം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എരുമേലി അഞ്ചുകുഴി പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രത്തിലാണ്. ഇതുപോലെ കമ്പിവേലി വെച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മൾ നടന്നു പോകേണ്ടത്. സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകുകയാണ്. കാഴ്ചയൊക്കെ കണ്ട് വളരെ ശാന്തമായ ഒരു സ്ഥലം. അഞ്ചരുവികൾ ചേർന്നുണ്ടായതുകൊണ്ടും പഞ്ചപാണ്ഡവർ പണ്ട് ഈ സ്ഥലത്തിറങ്ങിയപ്പോൾ 5 കുഴികൾ രൂപപ്പെട്ടു എന്നതുകൊണ്ടുമാണ് അഞ്ചുകുഴി എന്ന പേര് വന്നത് എന്നാണ് ഐതിഹ്യം. ശബരിമലയുമായും പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു. അതിനു പിന്നിൽ പറയപ്പെടുന്ന ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അയ്യപ്പസ്വാമി മഹിഷീമർദ്ദനത്തിന് മുന്നോടിയായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയത് ഇവിടെ വെച്ചാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. അതിനെല്ലാം ഒരുപാട് മുന്നേ പഞ്ചപാണ്ഡവർ ഉപാസിച്ചു വന്ന ആദിപരാശക്തിയെ അയ്യപ്പൻ ഇവിടെ വെച്ച് പ്രത്യക്ഷയാക്കിയെന്നും താന്ത്രിക വിദ്യാപരംഗതയായിരുന്ന മഹിഷിയുടെ സിദ്ധിയെ ക്ഷയിപ്പിക്കുവാൻ അമ്മ ജലദുർഗയുടെ രൂപത്തിൽ പഞ്ചതീർത്ഥത്തിന് മുകളിൽ വെളിപ്പെട്ടു നിന്നുവെന്നുമാണ് കഥ. പഞ്ചതീർത്ഥത്തെ ചുറ്റി നമ്മൾ നടന്നു ചെല്ലുമ്പോൾ സിംഹാസനം പോലെ ഒരു ഉയർന്ന സ്ഥലത്ത് ഈ ശ്രീകോവിൽ കാണാം. 5 കാടുകളുടെ സംരക്ഷകൻ എന്ന രീതിയിൽ പഞ്ചവന ശാസ്താവിൻ്റെ ശ്രീകോവിലാണിത്. കഥകൾക്കും ഐതിഹ്യങ്ങൾക്കും അപ്പുറം പ്രകൃതി ഒരുക്കിയ ഒരു മായാജാലത്തിലേക്കാണ് നമ്മൾ വന്നു ചേർന്നിട്ടുള്ളത്. ഒരു വിസ്തൃതമായ വനത്തിന് നടുവിൽ ഒരു മനോഹരമായ വെള്ളച്ചാട്ടം, അതിനുള്ളിലായി ഒരു ക്ഷേത്രം. വെളുത്ത് പതഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ആ വെള്ളച്ചാട്ടം എത്ര പെട്ടെന്നാണെന്നോ കലങ്ങി മറിഞ്ഞ് രൗദ്രഭാവത്തിൽ ഒഴുകാൻ തുടങ്ങിയത്. വനത്തിനുള്ളിലെ ഈ ക്ഷേത്രത്തിന് പ്രത്യേകിച്ച് ഓപ്പണിംഗ് ടൈമോ ക്ലോസിംഗ് ടൈമോ ഒന്നും തന്നെ ഇല്ല. എപ്പോഴും തുറന്നിരിക്കുന്ന ശാന്തിയും സമാധാനവും ഉള്ള ഒരിടം. വെള്ളിയാഴ്ചകളിൽ പ്രത്യേക പൂജയുമുണ്ടേ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. അടിപൊളിയായിരുന്നു. അതെ, ക്ഷേത്ര കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.